എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം വരുന്ന ഞായറാഴ്ച രാവിലെ 10:30 മണിക്ക് തൃശ്ശൂരുള്ള ദേവമാത സ്കൂൾ ക്വാർട്ടറാങ്കിളിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആദരണീയനായിട്ടുള്ള ശ്രീ CP രാധാകൃഷ്ണൻ സാറാണ് തറക്കല്ലിടുന്നത്. അതില് നമ്മുടെ കേരള ഗവർണർ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി തൃശ്ശൂരിന്റെ ആയിട്ടുള്ള സുരേഷ് ഗോപി സാർ, പിന്നെ നമ്മുടെ കേരളത്തിലെ റവന്യൂ മന്ത്രി കെ രാജൻ, തൃശ്ശൂരിന്റെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, പിന്നെ തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്, ദേവമാത പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര, അതുപോലെ തന്നെ സ്വാമി നന്ദാത്മജാനന്ദ, അതുപോലെ തന്നെ ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുസ്ലിം പണ്ഡിതൻ. അങ്ങനെ ഇത്രയും പേരായിരിക്കും സ്റ്റേജിൽ ആ സമയത്തുണ്ടായിരിക്കുക. ഇത് രാജ്യത്തെ തന്നെ ആദ്യമായിട്ടുള്ള ഒരു യൂണീക്കായിട്ടുള്ള ഒരു ആശ്രമമാണ് ഗാനാശ്രമം എന്ന് പറയുന്നത്. സംഗീത ധ്യാനത്തിലൂടെ സമാധാനവും സന്തോഷവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പ്രധാനപ്പെട്ട ആക്സെന്റാണ് അതിനുള്ളത്. ഒന്ന് മ്യൂസിക് മെഡിറ്റേഷൻ. അപ്പോൾ മ്യൂസിക് മെഡിറ്റേഷൻ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിക്കും ഒരുമിച്ച് വന്നിരുന്ന് ഒരു ആത്മീയ അനുഭവം സംഗീതമാകുന്ന കുടക്കീഴിൽ സൃഷ്ടിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഗാനാശ്രമം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മനുഷ്യനെന്ന് ഒരുപാട് സ്ട്രെസ്ഡ് ലൈഫാണ്. അപ്പൊ അതിനെ ഇല്ലാതാക്കാൻ, അമിതമായിട്ടുള്ള ശരീരത്തിന്റെ മനസ്സിന്റെ സമ്മർദ്ദങ്ങൾ ഇല്ലാതാക്കാൻ സംഗീതമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഉപകരണം എന്ന് പറയുന്നു. അപ്പൊ ഞങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിന്റെ മറുവശത്ത് ഞങ്ങൾ ഏതാനും തെറപ്പികൾ, ചികിത്സകളാണ്. പ്രത്യേകിച്ച് സമൂഹത്തിന് സേവനം ചെയ്യുക എന്നുള്ള വലിയൊരു ഉദ്ദേശവും ഗാനാശ്രമത്തിനുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട തെറപ്പിയാണ് മസ്തിഷ്ക സംഗീത ചികിത്സ, ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി. പ്രത്യേകിച്ച് ഓട്ടിസം, സെറിബ്രൽ പാൾസി അങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ, അതുപോലെ തന്നെ ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ബ്രെയിൻ ഡിസീസസ്, അവര് ബ്രെയിൻ ഡെവലപ്മെന്റ് എങ്ങനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി. ന്യൂറോ സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അവരുടെ ബ്രെയിനിലേക്ക് കൂടുതൽ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്തിട്ട്. രണ്ടാമത്തെ ഞങ്ങളുടെ തെറാപ്പി ശബ്ദ ചികിത്സയാണ്, വോക്കോളജി എന്ന് പറയുന്ന ശബ്ദശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ട്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പുതിയ ക്യാമ്പസ് കുറച്ചും കൂടി നടത്തറയാണ് നമ്മുടെ പുതിയ ക്യാമ്പസ്. ഏകദേശം അവിടുത്തെ സ്ഥലം 12 ഏക്കറുള്ള ഒരു ക്യാമ്പസാണ്. അവിടെ നമ്മൾ കുറച്ച് സ്ഥലം അതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ട് ഇത് അവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇത് CMI സഭയുടെ കീഴിലുള്ള കെസ് എന്ന് പറയുന്ന, കെസ് എന്ന് പറഞ്ഞ ഇവിടെ ഈ നാക്കനാലൻഡ് കെസ് സെന്റർ എന്ന് പറഞ്ഞിട്ടാണ്, കെസ് ഭവൻ എന്ന് പറഞ്ഞ കുര്യാക്കോസ് ഏരിയസ് സർവീസ് സൊസൈറ്റി എന്നാണ് അതിന്റെ ഫുൾ ആയിട്ടുള്ള പേര്. അപ്പൊ അത് സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ആശ്രമമാണ് നടത്തുകയില്. അവിടെ കെസിന്റെ ഒരു പ്രോജക്റ്റ് ആയിട്ട് ചേതനയുമായിട്ട് സഹകരിച്ചിട്ടാണ് നമ്മൾ ഇത് അവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചേതന ഗാനാശ്രമം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായുള്ള ദാസേട്ടൻ ഓൺലൈനിൽ അദ്ദേഹത്തിന്റെ സന്ദേശം സമൂഹത്തിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 50 ഗായകർ പങ്കെടുക്കുന്ന സ്വാഗത ഗാനാലാപം ഇതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ ഏതാനും ഗാനാശ്രമത്തെ സഹായിക്കുന്ന, സാമ്പത്തികമായിട്ടും മറ്റു പല രീതിയിൽ ഞങ്ങൾ സഹായിച്ചു കൊണ്ടിരിക്കുന്ന 7 പേരെ ഞങ്ങൾ അവിടെ വൈസ് പ്രസിഡന്റ് ഓണർ ചെയ്യുന്നതായിരിക്കും, ആദരിക്കുന്നതായിരിക്കും. ശ്രീ PNC മേനോൻ ദുബായ്, നസീർ വെളിയിൽ ദുബായ്, PS പട്ടാഭിരാമൻ സാറ്, അദ്ദേഹത്തെ ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രസിഡന്റ് കൂടിയാണ്. ഡോക്ടർ VA ജോസഫ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മുൻ CEO ആയിരുന്നു ജോസ് ആലുക്ക, അതുപോലെ തന്നെ ജോസഫ് അബുദാബി, റോബിൻസൺ മൈക്കിൾ അബുദാബി. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഈ പരിപാടി നടക്കുന്നത് 10:30 മണിക്കാണ്. അപ്പൊ 10 മണിക്ക് അവിടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും വന്ന് ഇരിക്കണമെന്ന് പ്രത്യേകിച്ച് പോലീസ് അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച്, സെക്യൂരിറ്റി അനുസരിച്ച് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരുന്ന എല്ലാവരും ഫോട്ടോ ID കൊണ്ടുവരേണ്ടതാണ്. പിന്നെ ഇത് പ്രവേശനം പാസും മൂലമാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. പ്രത്യേകം നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ ആൾക്കാർ എല്ലാവർക്കും വരാൻ പറ്റും. നമുക്കൊരു 700ഓളം പേരെ അവിടെ ഇരുത്താൻ പറ്റുകയുള്ളൂ. നിൽക്കാൻ അവരാരെയും സമ്മതിക്കുകയില്ല. അപ്പൊ അത്രയും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഞങ്ങള്
പാർക്കിങ്ങിന് നമ്മളുടെ ദേവമാധവ സ്കൂൾ ക്യാമ്പസിലുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പാർക്കിങ് ഈ പ്രൈവറ്റ് പാർക്കിംഗ് അനുവദിക്കുന്നില്ല പോലീസ്. അവിടെ പോലീസ് വാഹനങ്ങൾക്കും അല്ലെങ്കിൽ VVIPയുടെ വാഹനങ്ങൾ മാത്രമേ അവിടെ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. പുറത്ത് ഞങ്ങൾ ഗിരിജ തിയേറ്ററിന്റെ പാർക്കിംഗ് ഉണ്ട് തൊട്ടടുത്ത്. അതുപോലെ തന്നെ അവിടെ ഒരു കല്യാൺ ബിൽഡിംഗ് ഫ്ലാറ്റ് പണിയുന്നത് അതിന്റെ മുമ്പിൽ പാർക്കിംഗ് ഉണ്ട്. പിന്നെ അവിടുന്ന് BSNL ചെറിയ വഴി അങ്ങോട്ട് വലത്തോട്ട് പോകുന്നുണ്ട്. ആ വഴിയിൽ അവിടെ ഐ ഹോസ്പിറ്റൽ ദൃശ്യം ഐ ഹോസ്പിറ്റലിൽ ഒരു 50 സെന്റ് സ്ഥലമുണ്ട്. അപ്പൊ അവിടെ നമ്മൾ പാർക്കിംഗ് അതിനടുത്ത് 2 സ്ഥലങ്ങളൊക്കെ പാർക്കിംഗ് നമ്മൾ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതാ ഇപ്പൊ ആദ്യം നമ്മൾ പണിയാൻ പോകുന്നത് 12,000 സ്ക്വയർ ഫീറ്റാണ് ആദ്യത്തെ. ഇത് ധ്യാന ആലയം എന്ന് പറഞ്ഞിട്ടുള്ള 5 ആലയങ്ങളാണ് ഇതിന്റെ. ഒന്ന് ധ്യാനാലയം, അതൊരു സ്പിരിച്വൽ എനർജി സെന്റർ ആണ്. അവിടെയാണ് നമ്മൾ മ്യൂസിക് മെഡിറ്റേഷൻ നടത്തുന്നത്. അതൊരു തമ്പുരുവിന്റെ തമ്പുരു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. തമ്പുരുവിന്റെ ഷേപ്പിലാണ് പണിയുന്നത് ബിൽഡിങ്. അതിന്റെ തമ്പുരുവിന്റെ ഡോം എന്ന് പറയുന്ന ആ ഡോമില് 2 ഫ്ലോറാണുള്ളത്. അതിന്റെ ഒരു കുടുക്ക പോലെ വലിയൊരു ഉദ്ഘാടനം ഉണ്ട്. അവിടെ 2 ഫ്ലോറിലാണ് നമ്മൾ പണിയുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 300 പേർക്ക് ഇരിക്കാവുന്ന ഒരു ധ്യാന മെഡിറ്റേഷൻ ഹാളാണ്. അവിടെ മെഡിറ്റേഷൻസ്, മ്യൂസിക് മെഡിറ്റേഷൻ. അപ്പൊ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ പല മെഡിറ്റേഷൻ സെന്റർ, ധ്യാന കേന്ദ്രങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻ സെന്റേഴ്സ്. പക്ഷെ മ്യൂസിക്കിന് കംപ്ലീറ്റ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള കേന്ദ്രങ്ങൾ തീരെ തരില്ല എന്നുള്ളതാണ്. ഒരു പക്ഷെ അത് ഈ രീതിയിൽ ആദ്യമായിട്ടായിരിക്കും. അപ്പൊ നമ്മൾ മ്യൂസിക് മെഡിറ്റേഷൻ ആണ്. ഒരു മെഡിറ്റേഷൻ നടത്തുന്നെങ്കിൽ മ്യൂസിക്കിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അവിടുത്തെ അമിതമായിട്ടുള്ള ഉദ്ദീപനം ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നതാണ് സംഗീതം. പിന്നെ അതിന്റെ അടിയിൽ നമ്മൾ 200 പേര് ഇരിക്കാനുള്ള ഒരു ഓഡിയോ വിഷ്വൽ മെഡിറ്റേഷൻ തിയേറ്ററാണ്. അത് പ്രത്യേകിച്ച് ഇത് നമുക്കറിയാമല്ലോ, സ്കൂൾ ഗോയിങ് കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് ഒരുപാട് സ്ട്രെസ് ഉണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ വെറുതെ ഓഡിയോ മാത്രം അവരെ അട്രാക്ഷൻ എടുക്കാൻ പറ്റില്ല, വീഡിയോ കൂടി. ഉദാഹരണം പറഞ്ഞാൽ ഭൂമിയെ കുറിച്ചൊരു മെഡിറ്റേഷൻ നടത്തുകയാണെങ്കിൽ ഭൂമിയുടെ ഒരുപാട് നന്മകളും നമ്മളോട് കാണിക്കും വിഷ്വൽസ്. അതിനിടയ്ക്ക് അവരോട് ചോദിക്കും, നീ ഭൂമിയെ സ്നേഹിക്കുന്നുണ്ടോ, എന്താണ് ഭൂമിയുടെ നിന്റെ കടമ, ഭൂമിയെ വൃത്തിയായിട്ട് സൂക്ഷിക്കില്ലേ. അങ്ങനെ കുറെ നല്ല മൂല്യങ്ങൾ ഈ കുട്ടികളുടെ അല്ലെങ്കിൽ യുവജനങ്ങളുടെ മനസ്സിലേക്ക് പകരുക എന്നുള്ളതാണ് ഓഡിയോ വിഷ്വൽ മെഡിറ്റേഷന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ഇനി ഇവര് പറയും, ഇതിൽ പങ്കെടുക്കുന്നവര് വിശ്വസിച്ചിരിക്കുന്നത് രമേഷ് കുറുപ്പത്ത്, ഞങ്ങളുടെ മീഡിയ കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്. അദ്ദേഹം ഒരു IT പ്രൊഫഷണലാണ്. ഇടതുവശത്തിരിക്കുന്നത് ശ്രീ സോളി തോമസ്, അദ്ദേഹം ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ എൻ്റെ വലത്ത് വെച്ചിരിക്കുന്ന ഫാദർ തോമസ് വാഴക്കാല, KESന്റെ ആശ്രമത്തിന്റെ ഡയറക്ടറാണ്. അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഇതവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഈ ഗാനാശ്രമം. അച്ഛൻ സോഷ്യൽ വർക്കാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മിനിസ്ട്രി. അമലയിലും മറ്റ് ഈ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ നടത്തുന്ന സോഷ്യൽ വർക്ക് അച്ഛൻ കോർഡിനേറ്റ് ചെയ്യുന്നു. വലതുവശത്തിരിക്കുന്ന CA സലീം സാറ്, അദ്ദേഹം മുൻ പ്രസിഡന്റാണ് ചേംബർ ഓഫ് കോമേഴ്സ്. നമ്മുടെ സിറ്റി സെന്ററിന്റെ സൃഷ്ടാവാണ് അദ്ദേഹം. എല്ലാ പൊതുപ്രവർത്തനങ്ങളും ഞങ്ങൾ 5 പേരാണ് അവിടെ ഉള്ളത്. ഇവര് എങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിക്കാം.